എത്തേണ്ട ഇടങ്ങളിലേക്ക് എത്താതെ ദാഹജലം തേടി മറ്റിടങ്ങളിലേക്ക് പോകുന്നത് അപകടകരങ്ങളാണെന്നും അവിടെ സൂചനയുണ്ട്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. യെരമ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, അത് തിരുവചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ജീവജലത്തിന്റെ ഉറവിടമായ എന്നെ അവർ ഉപേക്ഷിച്ചു. എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവിടമായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം നൽകാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. കർത്താവിന്റെ ഹൃദയവേദനയാണത്. എന്റെ ജനം എനിക്കെതിരെ 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവിടമായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം നൽകാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അപ്പോൾ ജനം ദൈവത്തിൽ നിന്ന് യഥാർത്ഥ ജീവജലത്തിന്റെ ഉറവിടം വിട്ട് മറ്റ് വഴികളിലേക്ക് തിരിഞ്ഞു പോയതിന്റെ വലിയ സങ്കടമാണ് ദൈവത്തിന്റെ വചനത്തിലുള്ളത്. മറ്റ് ജലം തേടിപ്പോകുന്നവർ, പൊട്ടക്കിണറുകൾ കുഴിക്കുന്നവർ, അത് നമ്മുടെ ചിന്തയിലും നമ്മുടെ ധ്യാനത്തിലും എല്ലാം ഉണ്ടാവേണ്ടതാണ്. നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ അന്വേഷണങ്ങളുടെ വഴികളിൽ ഇടറിപ്പോകുന്നുണ്ടോ, മറ്റെന്തെങ്കിലും വഴികളിലേക്ക് തിരിയുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാകുന്നുണ്ട്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വരട്ടെ എന്നാണ് ഈശോ പറയുക. നമ്മളൊക്കെ ജീവിതത്തിൽ ദാഹമുള്ളവരാണ്. മനുഷ്യന് പലതിനും വേണ്ടിയുള്ള ദാഹമുണ്ട്. അത് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമായിട്ട് മാറാം, ചിലപ്പോൾ പണത്തിന് വേണ്ടിയുള്ള ദാഹം, അധികാരങ്ങൾക്ക് വേണ്ടി, സുഖഭോഗങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ വശ്യതകളിൽ അകപ്പെട്ടു പോകുന്ന തരത്തിൽ അങ്ങനെ വ്യത്യസ്തമായ ദാഹം, ആഗ്രഹം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട്. അത്തരം ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടി അവൻ മറ്റ് ഇടർച്ചകളിലേക്ക്, ഇടറിയ വഴികളിലേക്ക്, അപകട വഴികളിലേക്ക് തിരിയുന്നുണ്ടെന്നുള്ളത് കാലം നൽകുന്ന വലിയൊരു പാഠമാണ്. എത്രയോ മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോകുന്നു. അങ്ങനെ തിന്മകളിൽ അടിപ്പെട്ടുകൊണ്ട് വലിയ തകർച്ചകളിലേക്ക് വീഴുന്നവരും അങ്ങനെ ധാരാളം ആളുകളുണ്ട്. മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്ന നമ്മുടെ ചെറുപ്പം, യുവത മയക്കുമരുന്നിന് അടിപ്പെട്ട് വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നത് നമ്മയെല്ലാം വല്ലാതെ ഭാരപ്പെടുത്തുന്ന ഒരു സത്യമാണ്. ഈ കാലഘട്ടത്തിൽ എത്രയോ ചെറുപ്പക്കാര് മയക്കുമരുന്നിന് അടിപ്പെട്ടു പോകുന്നു. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ഒരു നല്ല പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും അതിനോട് സഹകരിക്കണം. കാരണം മയക്കുമരുന്നെതിരെയുള്ള വളരെ സുന്ദരമായ ഒരു പദ്ധതി സർക്കാർ വിഭാവനം ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്കെല്ലാം ഒരുമിച്ച് കൈകോർക്കേണ്ട ഒരു പദ്ധതിയാണ്. തിന്മയുടെ ഈ അതിനേക്കാൾ ഉപരി മയക്കുമരുന്ന് ലോബികളുടെ അടിവേർ അറക്കുന്ന പദ്ധതിയായിട്ടാണ് അതിനെ വിഭാവനം ചെയ്യുന്നതെന്ന് ആദരണീയനായ മന്ത്രി രമേശ് ചെന്നിത്തല അതിനെ നയിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് അഭിമാനകരമാണ്. അപ്പൊ അതുകൊണ്ട് മദ്യത്തിനെതിരെയുള്ള, മയക്കുമരുന്നിനെതിരെയുള്ള ശക്തമായ പോരാട്ടം നമ്മൾ തുടരേണ്ടത് ആവശ്യമാണ്.